നമസ്കാരം STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ സ്കൂൾ കായികമേളയിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ PD അഞ്ജലിക്ക് കിട്ടിയ സ്വർണം നഷ്ടമായി. ദേശീയപാതയിൽ വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ ഇല്ലാതാക്കുവാൻ ആലോചനാ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നേരം നമ്മളൊരാളെ കാത്തിരുന്നിട്ട് വരാതിരിക്കുമ്പോൾ ആദ്യമൊക്കെ പറയും എങ്ങനെയാണ്, വരും ഇപ്പൊ വരും, ആള് പറഞ്ഞ വരും കേട്ടോ, വരും. 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാനില്ല വിശേഷം. ഇതന്നെയാണ് ഇയാളുടെ ജോലി. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ പ്രാക്ക് കേൾക്കരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം സംസാരിക്കാം എന്ന് പറഞ്ഞതിന്റെ കാര്യം. എനിക്ക് ഈ സ്കൂളിനെ പറ്റി അറിയാം, ഇവിടുത്തെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പത്രത്തിൽ കൂടിയും അതുപോലെ ഇവിടെയുള്ള അധ്യാപകർ ഇവരൊക്കെ ഇതിനേക്കാളും മുമ്പ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന പല അധ്യാപകരും ഞാൻ ഇവിടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചിരുന്നവരാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചിരുന്നത് കൊണ്ട് അന്ന് എന്റെ കൂടെ പഠിച്ചവരാണ്. കൂടെ പഠിച്ചവരല്ല, കൂടെ പഠിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടായില്ല. കാരണം ഞാൻ ആ കോളേജിലില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് കോളേജിൽ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ കഴിവുകേട് കൊണ്ട്. എന്റെ കഴിവുകേട് കൊണ്ടല്ല ഞാൻ പഠിക്കാതിരുന്നത്. കാര്യം ക്രൈസ്റ്റ് കോളേജിന്റെ തൊട്ട് മുമ്പിലാണ് എന്റെ വീടെങ്കിലും എനിക്ക് മനസ്സിലാവണില്ല. 10ാം ക്ലാസ് പാസ്സാവണം അത്ര കോളേജിൽ പോകാനായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതിരുന്നത്. ഇവിടെ നിങ്ങളുടെ മാനേജർ ശ്രീ ശങ്കരനാരായണൻ, അദ്ദേഹത്തിന്റെ പത്നിയും ഇവിടെ ഇരിപ്പുണ്ട്. ശങ്കരനാരായണൻ സാർ, അദ്ദേഹമൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ അടുപ്പമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോളേജിൽ പ്രീഡിഗ്രിക്ക് മറ്റോ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ കൂടെ അടുപ്പമുള്ള ആളുകൾ അങ്ങനെ സാധാരണ എനിക്ക് നന്നാവാറില്ല. വിരമിക്കുന്ന അധ്യാപിക EVK ദീപാവതി ടീച്ചർക്കാണ് യാത്രയയപ്പ് സമ്മേളനം ഉണ്ടായത്. PTA പ്രസിഡന്റ് KA സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA മുഖ്യ അതിഥിയായി. റിട്ടയർഡ് AEO TK മീരാഭായ് മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ ഫോട്ടോ അനാച്ഛാദനവും ഉപഹാര സമർപ്പണവും നടത്തി. പഞ്ചായത്ത് അംഗം മല്ലിക വാസു, പ്രധാനാധ്യാപിക KA ഷീബ, PC രാജീവ്, ശ്രീജ ഉല്ലാസ്, MK രംഗനാഥൻ, MR ദൃശ്യ, ER രാജേഷ്, PK മജീദ്, TV സജീവ്, അശ്വന്ത് സുനിൽ, PB കൃഷ്ണകുമാർ, MA രേഖ എന്നിവരും സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക EVK ദീപാവതി മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ റാഞ്ചിയിൽ നടന്നുവരുന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരം PD അഞ്ജലിക്ക് വെള്ളിയാഴ്ച നടന്ന 200 മീറ്റർ സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ ലഭിച്ച സ്വർണം നഷ്ടമായി. ഫോട്ടോ ഫിനിഷിംഗിലാണ് ഒടുവിൽ ഔദ്യോഗിക വിധിയിൽ ലഭിച്ച സ്വർണം അവസാന നിമിഷം വെള്ളിയായി മാറിയത്. ഹീറ്റ്സിലും സെമിയിലും മികച്ച സമയത്തിൽ മത്സരം പൂർത്തിയാക്കിയ അഞ്ജലി ഫൈനലിൽ 28 സെക്കൻഡ് 11 മൈക്രോ സെക്കൻഡ് കൊണ്ട് ആണ് ഓടിയെത്തി നേട്ടം കുറിച്ചത്. ഈ ഇനത്തിൽ PT ഉഷയുടെ കായിക സ്കൂളിലെ താരമായ സൂര്യമോൾക്കാണ് സ്വർണം ലഭിച്ചത്. നേരത്തെ 400 മീറ്ററിൽ സ്വർണം നേടിയ അഞ്ജലിക്ക് 100 മീറ്ററിലും 1 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ സ്വർണം നഷ്ടമാവുകയായിരുന്നു. അതേസമയം 400 മീറ്റർ റിലേയിൽ അഞ്ജലിക്കും ഫിഷറീസ് സ്കൂളിലെ തന്നെ ആൻസി സോജനും സ്വർണം കരസ്ഥമാക്കി. ഫിഷറീസ് സ്കൂളിൽ കായിക താരങ്ങളുടെ ദേശീയ തലത്തിലെ നേട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദ പ്രകടനം നടത്തി. വലപ്പാട് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ദേശീയപാതയിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ഇല്ലാതാക്കുവാൻ ആലോചനാ യോഗം നടത്തി. പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ വലപ്പാട് SI KG ആന്റണി, മതിലകം ASI ജഗൽ ചന്ദ്രമോഹൻ, ഹൈവേ SI AV മൈക്കിൾ, C സന്ധ്യ, ജാഗ്രതാ സമിതി അംഗങ്ങളായ EM ഷമീർ, EMK ഷക്കീർ, വാർഡംഗം സൈന ദിലീപ്, രത്നചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. ദേശീയപാതയിൽ കൂടുതൽ അപകടങ്ങൾ അനുഭവപ്പെടുന്ന പാലപ്പെട്ടി വളവും ഇവർ സന്ദർശനം നടത്തി. ഇവിടുത്തെ കാൽനടക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാൽനടക്കാരെ നമ്മളവിടെ റോഡ് പണിയും ആരും ശ്രദ്ധിക്കാറില്ല. ഏത് സർക്കാർ വന്നാലും ഏത് റോഡ് പണിതാലും നമ്മൾ കാൽനടക്കാരുണ്ടെന്നൊരു ഭാവം ആരും കാണാറില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വളവിലേക്ക് കൊണ്ട് നടന്നു പോകുന്ന സൈക്കിളിൽ പോകുന്ന ആൾക്കാർ കാണിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ റോഡ് പണിയുമ്പോൾ
കാൽനടക്കാരും കൂടി ഒരു ഭാഗമാണ്. എല്ലാവർക്കും വാഹനമായിട്ട് പോകാൻ പറ്റില്ല. വാഹനമില്ലാത്ത ആൾക്ക് നടക്കണം. അത് സുഗമമായിട്ട് അപകടരഹിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാനും റോഡിൻ്റെ അരികിൽ കൂടെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അതിനെപ്പറ്റി ആലോചിക്കാനുണ്ടാവുന്നത്. പിന്നെ ഇവിടെ സിഗ്നലുകൾ, റോഡുള്ള സിഗ്നലുകൾ വളരെ പോരായ്മകളുണ്ട്. രാത്രി ഉറങ്ങി ഓടിച്ചാൽ ഒരു സിഗ്നൽ അറിയില്ല. രാത്രി ഉറങ്ങി ഓടിച്ചാൽ സിഗ്നൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് കാണാൻ പറ്റില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പീഡ് ബ്രേക്കർ, റബ്ബറൈസ്ഡ് സ്പീഡ് ബ്രേക്കറൊക്കെ ഫിറ്റ് ചെയ്താൽ ഒരു പരിധി വരെ അറിയും. വണ്ടി ചാടുമ്പോൾ അറിയും, എന്തോ തടസ്സം വന്നു എന്നറിയും, നമ്മുടെ ഉറക്കം പോകും. അപ്പോൾ ഈ വളവ് കവർ ചെയ്യുന്നവരെങ്കിലും നമുക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ചന്ദ്രാപ്പനി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 37ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഈ സമയത്ത് ഞാനൊരു MP ആയി. ഇപ്പം എനിക്കത് മാറ്റി പറയണമെന്നുണ്ട്. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ MS പഠിക്കുന്ന കാലത്ത്, പക്ഷെ നിങ്ങൾക്കറിയാം അങ്ങനൊരു സംഭവമില്ല എന്നുള്ളത്. ഇതാദ്യമേ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും വോട്ടില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്ക് വോട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭം ഞാൻ നോക്കി നടക്കുകയായിരുന്നു. എല്ലാവരെയും ഒരുമിച്ചൊന്ന് കിട്ടാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി പറയണം, അച്ഛൻ്റെ അമ്മയുടെ അടുക്കൽ. വേറെ ഒന്നല്ല, ഒരു നന്ദി പറയാന്നുള്ളത്. കുടമടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിച്ച് എൻ്റെ കഞ്ഞികുടി മുട്ടിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് നല്ല കാശൊക്കെ മേടിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരാളാണ് എൻ്റെ പൊന്നുമോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നതല്ല, പെട്ടെന്ന് അങ്ങനൊരു ചിന്ത എന്നിൽ ആരോ ബുദ്ധി നിറച്ചു. അങ്ങനെയാണ് ഇലക്ഷനിൽ നിന്നത്. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു MP ആവണം. പ്രിൻസിപ്പാൽ രോഹിണി ജയറാം, SNENDC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KG അശോകൻ, CM ജയദേവൻ MP, സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ സുഷമ EK എന്നിവരും സംസാരിച്ചു. PTA പ്രസിഡന്റ് CN സുജിന്ത്, ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ, ട്രഷറർ TK രാജീവൻ എന്നിവരും ഉപഹാര സമർപ്പണം നടത്തി. ട്രസ്റ്റ് മെമ്പർമാർ മികച്ച പഠന നിലവാരം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏത് കാലത്തേക്കാൾ കൂടുതൽ പങ്കാളിത്തം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. രക്ഷാകർത്താക്കൾ ഇന്ന് കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളാണ്. മിക്കവാറും രക്ഷാകർത്താക്കൾക്ക് 1-2 മക്കളെ ഉള്ളൂ. നാം 2, നമുക്ക് 2, അതല്ലെങ്കിൽ നമ്മൾ 2 നമുക്കൊന്നുമായി മാറിയിട്ടുണ്ട്. ഈയിടെ എൻ്റെ കൂടെ ലോക്സഭയിൽ ഇരിക്കുന്ന ഒരു MP പ്രസംഗിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഒരുപക്ഷെ TV-യിൽ കണ്ടു കാണും. ഹിന്ദു സ്ത്രീകൾ ഇനി മുതൽ 4 പ്രസവിക്കണം എന്ന്. ഞാനതിന് മറുപടി പറയാനൊന്നും മുതിരുന്നില്ല. അതൊരു വിവാദ വിഷയവുമാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നുമില്ല. ഇടവേള.